ഫാമിലെ ലൈഫ് ഫീഡുകളെ പരിചയപ്പെടുത്തണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇതിൽ കാണുന്നത് മൊയ്ന കൾച്ചറാണ്. കണ്ടോ, നല്ല രീതിയിൽ നമ്മുടെ ഗപ്പികൾക്കും അതേപോലെ ബെറ്റ ഫിഷുകൾക്കൊക്കെ ഗ്രോത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലൈഫ് ഫീഡാണ്. സീറോ കോസ്റ്റാണ് ഇത് നമുക്ക് വേണ്ടി വരുന്നത് കേട്ടോ. കാരണം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തൊട്ടടുത്ത് തന്നെ നമ്മൾ 2 പാത്രം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പാത്രത്തിലും നമ്മൾ 2 ലൈഫ് ഫീഡ് കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ ഒരു പാത്രത്തിൽ നമ്മൾ മൈക്രോവേംസ് ആണ്. മൈക്രോവേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കൾച്ചർ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് നിൽക്കുന്നതാണ് നമ്മുടെ വേംസ് വരുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സൈഡിലുള്ള വേംസ് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേംസ് താഴത്തോട്ട് വരുന്നത് കാണാം കേട്ടോ. ഈ താഴത്തോട്ട് പോകുന്നതാണ് വേംസ്. ഈ ഒരു താഴത്ത് കാണുന്നതാണ് മൈക്രോ വേംസ്. ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള വേംസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കുഞ്ഞു കുട്ടികൾക്ക്, അതായത് ഗപ്പികളെ പോലെയുള്ള അല്ലെങ്കിൽ സീബ്രാൻ്റെ ഒക്കെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ലൈഫ് ഫീഡ് കൂടിയാണ് കേട്ടോ. ഇനി ഇതിൽ വരാൻ പോകുന്നത് നമ്മുടെ ഗ്രിൻഡൽ വേംസ് ആണ് കേട്ടോ. ജസ്റ്റ് അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗ്രിൻഡൽ വേമിൻ്റെ കൾച്ചർ വരുന്നത്. നമ്മുടെ ചകിരിച്ചോറിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫീഡൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണട്ടോ. ഈ മുകളിൽ നിൽക്കുന്നതാണ് ഈ വേംസ്. നല്ല അടിപൊളിയായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് കിട്ടുന്ന ഈ ഒരു വേംസ് ഇതേപോലെയുള്ള ഈ ഒരു ഷീറ്റ് ജസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഈ കാണുന്നതൊക്കെ നമ്മുടെ ഗ്രിൻഡൽ വേംസ് ആണ് കേട്ടോ. ഇങ്ങനെ 3 ടൈപ്പ് വേംസ് ആണ് മെയിനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതല്ലാതെ തന്നെ ഉള്ള ആപ്പിൾ വിനെഗിൾസ് ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വളരെ മൗത്ത് സൈസ് കുറഞ്ഞ ഫിഷുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ലൈഫ് ഫീഡുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ ഫിഷുകളെ വളർത്തുന്ന കാര്യത്തിൽ നമുക്ക് 100% ക്വാളിറ്റി നിലനിർത്താൻ നമുക്ക് സാധിക്കും കേട്ടോ.